അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ആകെ ഇങ്ങനെ ചില്ലായിട്ടൊക്കെ നിൽക്കണേ കേട്ടോ. അവനാണെങ്കിൽ ആ ഒരു ഹോട്ടൽ റൂമിൽ നമ്മുടെ യൂറാനെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ റോസാപ്പൂവൊക്കെ വിരിച്ചിടുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അവൻ ഓർക്കും യൂറയാന്ന് ഓർത്തിട്ട് സന്തോഷിച്ച് ആ ഒരു ഡോർ ഓർക്കുമ്പോൾ എന്താ ആ ഒരു ചീഫോയ് ആയിരിക്കും കേട്ടോ. അപ്പോൾ യൂറയാണെങ്കിൽ ലിഫ്റ്റിൽ കയറാതെ അവളാണെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നീ ഇതിൻ്റെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചീഫോ പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനിക്കാണെങ്കിൽ പുറത്തോട്ട് പറഞ്ഞു വിടാനും പറ്റില്ല. എന്നിട്ട് അവളാണെങ്കിൽ അവനിക്ക് പുതിയൊരു ടാർഗറ്റിന് കൊടുക്കണമായിരിക്കും. ഒരു പള്ളിയിലെ അച്ഛനായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം കഴിയണം, ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ റെഡി ആക്കണം എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാനല്ലേലും ഒന്നും നീട്ടിക്കൊണ്ട് പോകാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ച് കോളിംഗ് ബെല്ലടിക്കാതെ അവളുടെ കയ്യിൽ അതിൻ്റെ കീ ഉണ്ടാകും. കീ തുറന്ന് ആ ഒരു ഹോട്ടൽ റൂമിലോട്ട് കയറും കേട്ടോ. കയറുമ്പോൾ ഈ ഒരു റോസാപ്പൂ കാണുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സങ്കടമാകും. നോക്കുമ്പോൾ എന്താ ഇവനാണെങ്കിൽ അവളെ പിടിച്ച് തള്ളുന്നുണ്ടാവും കേട്ടോ. നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ എന്താ ഇവളിത് കാണുമ്പോൾ ഇവൾ വല്ലാതെ അങ്ങ് ഷോക്കായി പോകും. അപ്പോൾ ദോഹാൻ പറയും, യൂറ നീ ഉദ്ദേശിക്കണ പോലൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റവളാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കും കേട്ടോ. അപ്പോൾ യൂറ ഇങ്ങനെ പറയും, നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞ് ഇവരാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടാകും. 1, 2 അല്ല കുറേയൊക്കെ കുടിക്കും. കുറേയൊക്കെ കുടിക്കുമ്പോഴും നമ്മുടെ യൂറയാണെങ്കിൽ ഇങ്ങനെ അവളുടെ മനസ്സിൽ ഓർക്കും, ഇവൾക്ക് എന്നാലും എത്ര നാളായിട്ടുണ്ടാവും ദോഹാനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെ ഓർത്തിരിക്കും. മറ്റവൾ ഓർക്കും, ഇവളെന്താ എന്നോടൊന്നും ചോദിക്കാത്തതെന്നൊക്കെ ഓർത്തിട്ട് സഹി കെട്ടിട്ട് അവൾ ചോദിക്കും, നീ എന്താ എന്നോടൊന്നും ചോദിക്കാത്തത്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാൻ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തായാലും ദോഹാൻ എടുത്തോ, പക്ഷേ ആ ഒരു ഫാമിലിനെ ഞാൻ തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയുമ്പോൾ ആണല്ലേ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ആ പറ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ദോഹാനായിട്ട് വലിയ റിലേഷനൊന്നുമില്ല, നീ അത് ഞങ്ങളെ പറ്റി തെറ്റിദ്ധരിച്ചതല്ലേ, ഞാനും അവനും ഒരുപാട് നാളായി ഒപ്പം വർക്ക് ചെയ്യുന്നു, അല്ലാതെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു റിലേഷനല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ദോഹാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് പകുതി ആശ്വാസം കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കല്ലെങ്കിൽ നിന്നെ ഇഷ്ടമല്ല, ആദ്യമേ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, നിന്റെ ചാരിറ്റി ഒന്നും എൻ്റെ ഫാമിലിക്ക് വേണ്ട, അച്ഛനാണെങ്കിൽ ഒട്ടും നടക്കാൻ പാടില്ലാത്ത ആളാണ്, എന്നിട്ട് നീ ആ അച്ഛന് ഷൂസൊക്കെ മേടിച്ചു കൊടുത്തില്ല, അത് മാത്രമല്ല അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ആരായിട്ടും റിലേഷൻ ആക്കരുതെന്നുള്ള കാര്യം, അതൊക്കെ ഞാൻ ഇത്ര നാളും ശ്രദ്ധയോടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ ആണല്ലോ, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, എന്തായാലും നീ കുടിക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, എനിക്കറിയാത്ത ആൾക്കാരുടെ അടുത്തൊന്നും നിന്ന് ഞാൻ അങ്ങനെ കുടിക്കാറില്ല എന്നും പറഞ്ഞ് അവർ പിന്നെയും കുടിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കുടിച്ച് ആകെ ഫിറ്റൊക്കെ ആകും. അങ്ങനെ ഫിറ്റൊക്കെ ആയി കഴിയുമ്പോൾ യൂറയാണെങ്കിൽ വാഷ്റൂമിൽ പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ദോഹാനാണെങ്കിൽ ഈ ഒരു ചീഫോനെ വിളിക്കും. 5-6 തവണ വിളിക്കുന്നുണ്ടെങ്കിലും ചീഫോയാണെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ വിളിക്കുമ്പോൾ ചീഫോ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ തുരുതുരാന്ന് വിളിക്കണേന്ന് ഇങ്ങനെ ബോധം കെട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ അവനിങ്ങനെ പറയും, എടി നീ ഡ്രിങ്ക്സ് കുടിച്ചോ, യൂറ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ആ യൂറ എൻ്റെ അടുത്തുണ്ട്, നീ വേണമെങ്കിൽ വന്ന് നിൻ്റെ കെട്ടുകളെ കൊണ്ടുപോക്കോ, നീ നിൻ്റെ കെട്ടുകളത്ത് നല്ല രീതിക്ക് സംസാരിക്കുക, അവൾ നിന്നെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മുടെ യൂറ കേൾക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ ആകട്ടോ. അങ്ങനെ യൂറയാണെങ്കിൽ ചീഫോടെ അടുത്ത് വന്നിരുന്നിട്ട് അവളുടെ മടി കിടന്ന് ഉറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്നത്തെ സീനാണ്. പിറ്റേന്നാണെങ്കിൽ നമ്മുടെ ദോഹാൻ അങ്ങനെ കുക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പം മിൻസോ എടുത്ത് പല്ലേക്കാൻ പറയുമ്പോൾ മിൻസോ ആണെങ്കിൽ ആ ഒരു ബൊസക്കിന് മെസ്സേജ് അയക്കണായിരിക്കും, ബൊസക്ക് നീ എവിടെയാണ്, നീ സ്കൂളിലോട്ട് പോയാൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് നിന്നെ പിക്ക് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ഇവളാണെങ്കിൽ മിൻസോ എടുത്ത് ചോദിക്കും, മിൻസോ നീ റെഡി ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ മിൻസോ ഓർക്കും, അയ്യോ ഇനി ഈ ബാത്റൂമിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് അവൻ റിപ്ലൈ തരാത്തതെന്ന് ഓർത്തിട്ട് ഇവളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ അച്ഛനാണെങ്കിൽ അവളെയും കൊണ്ട് അകത്തോട്ട് കയറ്റിയിട്ട് അവൾക്ക് ഇങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താ ഇവളിങ്ങനെ അമ്മേനെ അച്ഛനെയും വിളിക്കും. അപ്പോൾ അവർ ഓടി ഒന്ന് നോക്കുമ്പോൾ എന്താ ഇവളിങ്ങനെ പറയും, അമ്മ അച്ഛ ബൊസക്ക് എനിക്ക് റിപ്ലൈ തന്നു, അവൻ സ്കൂളിലുണ്ടെന്നാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളിലാക്കുക അച്ഛന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, നീ ആദ്യം എന്തെങ്കിലും കഴിക്കുന്നുണ്ട് നമുക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ സ്കൂളിലെത്തണമെന്നും പറഞ്ഞ് അവരെങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. എന്നിട്ട് അവളത്ത് പറയുന്നുണ്ടാകും, നീ ബ്രെഡെങ്കിലും കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ടാകും. അങ്ങനെ സ്കൂളിലെത്തുമ്പോഴാണെങ്കിലും ഇവള് പറയും, അന്ന് ശരി അച്ഛാ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കാൻ കൂടി സമയമില്ലാതെ മിനിസോ ആണെങ്കിൽ ഓടുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരുടെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ബൊസക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ടാകും, നിന്റെ പാരൻസിനെ അടുത്ത ആഴ്ച കൊണ്ടുപോകാനെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, എന്തൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ
പറയുമ്പോൾ ബോസൊക്കെ പറയും എനിക്ക് അങ്ങനെ വിളിക്കേണ്ട ടീച്ചറെ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാവരും വിളിക്കണേണ്, നിൻ്റെയും അങ്ങനെ വിളിക്കണം എന്നിങ്ങനെ പറയട്ടോ. എന്തോ പഠിത്തത്തിൽ മോശമായതുകൊണ്ട് എങ്ങാണ്ടാണ് ടീച്ചർ അങ്ങനെ വിളിച്ചത്. അങ്ങനെ ഇവനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പോകുമ്പോൾ മിൻസ് വന്നിട്ട് ചോദിക്കും ബോസൊക്കെ നമുക്ക് ഇത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ബോസൊക്കെ പറയും ഞാൻ പ്രാക്ടീസ് ചെയ്തു, വേണമെങ്കിൽ നീ പോയി പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞ് ഇവനാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാട്ടോ. വാഷ്റൂമിൽ പോകുമ്പോൾ ഇവക്കൊരു സംശയമാകും ഇനി ബോസൊക്കെ എങ്ങാനും ഫാമിലിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് അവനാകെ മൂഡ് ഓഫ് ആയതാണെന്ന് ഓർത്തിട്ട് ഇവളാണെങ്കിൽ ടീച്ചർ അടുത്ത് വന്നിട്ട് പറയും ടീച്ചർ എന്തിനാ ബോസൊക്കെ ഫാമിലി എടുത്ത് വരാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ടീച്ചർ പറയും കഴിഞ്ഞ ആഴ്ച നിന്റെ വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവള് പറയും ആ വന്നതാ, എന്നിട്ട് എൻ്റെ അമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയും. പിള്ളേരൊക്കെ പറയും ആ ശരിയാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ടീച്ചർ ആദ്യം മിണ്ടാണ്ടിരിക്കാൻ പറയും. അപ്പോൾ ഇവളിങ്ങനെ പറയും എന്തിനാ വെറുതെ അങ്ങനെ കാണിക്കുന്നത്, ബോസൊക്കെ ഞങ്ങളോടൊക്കെ നല്ല രീതിക്കാൻ നിൽക്കുന്നത്, അവൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ആ വിളിപ്പിക്കേണ്ട, എൻ്റെ അച്ഛൻ അന്നൊരു സ്ഥലം ചീത്ത പറഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ബോസൊക്കെ ആണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാ പിള്ളേരും ഇവനിക്ക് വേണ്ടി പറയണ കാണുമ്പോൾ ഇവനിക്ക് വല്ലാത്തൊരു സന്തോഷമാകും. അപ്പോൾ എല്ലാവരും ടീച്ചർ ചെന്നിട്ട് വേണ്ട ടീച്ചറെ ബോസൊക്കെ വീട്ടിലോട്ട് വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ പറയും ആ ഞാൻ ബോസൊക്കെ വീട്ടിലേക്ക് വിളിക്കുള്ള പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബോസൊക്കെ ഭയങ്കര ഒരു സന്തോഷമാകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയും അവളുടെ കൊളീഗും ആണെങ്കിൽ ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ കാത്തിരിക്കണതാണ്. അപ്പോൾ അവന് ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന പറഞ്ഞൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു കടൽ മാർഗത്തിലൂടെ അങ്ങോട്ടേക്ക് വരുന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അവനെ കാത്തു നിൽക്കണമായിരിക്കും. എന്നിട്ട് ഈ ഒരു പള്ളിയിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ദോഹാനാണെങ്കിൽ ഈ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണേണ്. അപ്പം തന്നെ നമ്മുടെ പെങ്കൊച്ച് വിളിച്ചിട്ട് പറയും ഇന്ന് വർക്ക് കഴിയുകയാണെങ്കിൽ നേരത്തെ വന്നെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും പിന്നെ എന്താ ഞാൻ വരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് പള്ളിയിൽ അച്ഛൻ വരുമ്പോൾ ഇവനാണെങ്കിൽ പള്ളിയിൽ അച്ഛനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചീഫോയ ആണെങ്കിൽ നമ്മുടെ പെങ്കൊച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാവും കേട്ടോ. ഇന്നലത്തെ കാര്യം നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുമേ ഞാൻ മറന്നിട്ടൊന്നുമില്ല, നീ എന്തായാലും എൻ്റെ ഫാമിലിക്ക് കൊടുത്ത കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഇല്ലേ അതിൻ്റെ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം, നീ എന്തായാലും അക്കൗണ്ട് നമ്പർ തന്നേക്കാൻ പറയുമ്പോൾ ഇവളാണെങ്കിൽ കഫേയിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയും യൂറ ചേച്ചി ഇത്ര സംഭവം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ചീഫോ ഞങ്ങളോട് എല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൾ പറയും എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ പറയും ആ അച്ഛൻ്റെ എക്കണോമിക് ക്ലാസ് ആയിരുന്ന ആ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് ആക്കിയിട്ടുണ്ട്, അത് മാത്രമല്ല എൻ്റെ ആ ഒരു പോസ്റ്റ് നേറ്റൽ കെയറിൻ്റെ സംഭവമില്ലേ അത് VVIPയുടെ സംഭവമൊക്കെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയട്ടോ. ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയുമ്പോൾ ഇവളാകെ അന്തം വിട്ട് നിൽക്കും. അങ്ങനെ ഇവൾ ആ ഒരു കഫേയിലോട്ട് കയറുമ്പോൾ എന്താ ആ പുള്ളിക്കാരത്ത് ബില്ല് കഴിച്ചിട്ടുണ്ടാകും മൊത്തം 9,50,000 രൂപ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പോകട്ടോ. അപ്പോൾ അവൾ പറയും ആ ഓക്കെ ഞാൻ നിനക്ക് അയച്ചേക്കാം, ഞാൻ നിനക്കൊരു 30,000 വെച്ചിട്ട് മാസം അടച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഇവളത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബൊസൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു മിൻസനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഇവൾക്കാണെങ്കിൽ ഒരു മിഠായി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും. അപ്പം തന്നെ അവർ പറയും എന്തിയാ അമ്മ വന്നെന്നും പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും. അപ്പോൾ ടീച്ചർ പറയും മിൻസോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നാളെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ എന്താ ഈ ഒരു ബൊസൊക്കെ ആണെങ്കിൽ ഇവളെ കാത്തു നിൽക്കും. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു മിഠായി തന്നതിലെന്നൊക്കെ പറയുമ്പോൾ ബൊസൊക്കെ പറയും ഒരുപാട് നന്ദിയുണ്ട്, നീ ഭയങ്കര കൂളാണ് കേട്ടോ, നീ കാരണമല്ല എൻ്റെ പാരൻസിനെ വിളിക്കാണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവളും പറയും നീയും ഭയങ്കര കൂളാണ്, ഞാനങ്ങനെ വീണപ്പോൾ നീ എന്നെ എടുത്തോണ്ട് ഓടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ബൊസൊക്കെ പറയും അപ്പം നമ്മൾ രണ്ടുപേരും കൂളാണല്ലേ, എന്തായാലും ഞാൻ ഇങ്ങടെ പോണേന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഞാനും അങ്ങോട്ട് വരാം, ഭൂമി ഉരുണ്ടതല്ലേ, എന്നെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെത്തൂലോ എന്നും പറഞ്ഞ് അവരങ്ങനെ സന്തോഷം ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മിൻസു ആണെങ്കിൽ യൂറ എടുത്ത് പറയും എനിക്കിത് നാളെ ഇടാനുള്ളത് ഇതാണ്, ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ടൈഗറിനൊക്കെ വച്ചരോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്ത് എന്താണ്ടൊക്കെ തയ്പ്പിക്കാൻ പറഞ്ഞ് അവളങ്ങനെ തയ്ക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങടേക്കാണെങ്കിൽ ദോഹം വരുമ്പോൾ എന്താ ഇവളിങ്ങനെ മെനെ പണിയണം കണ്ടിട്ട് ചോദിക്കും ഇത് എന്തേ കാണിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ മിൻസു ഇങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് നാളെ ഇങ്ങനെ ഒരു നാടകം പോലത്തെ സംഭവം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി തന്നാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൻ പറയും ആ മതി ഇനി പോയി കിടക്കാൻ പറയുമ്പോൾ ആ കൊച്ചി പറയും ഇല്ല എനിക്കിത് എവിടെയൊക്കെ കുറച്ചൊക്കെ സ്റ്റാറൊക്കെ വച്ചരോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു യൂറ പറയും പിന്നെ എന്താ ഞാൻ വച്ചരാലെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ വച്ചു കൊടുക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ വച്ച കൊടുത്തു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയും ഹോളി കിടക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചവിടെ നിന്ന് എണീച്ച് പോയിട്ട് അവരങ്ങനെ എണീക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനെ എണീക്കുമ്പോൾ തന്നെ ഇവൻ്റെ കൂട്ടുകാരൻ വിളിക്കും, ഏതോ ഒരു ജർമ്മനിയിലുള്ളൊരു കൂട്ടുകാരനാണ്. അപ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ കൊറിയയിലേക്ക് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും ആണല്ലേ അങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാലോ, ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ ഒരു നാടകമുണ്ട്, നീ അന്ന് അങ്ങടേക്ക് വാ ഞാൻ അഡ്രസ്സ് അയച്ചിരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു നാടകത്തിൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പരിപാടി നമ്മുടെ മിൻസോടെ ഫോട്ടോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടാകും. എന്നിട്ട് ടീച്ചറാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഇവരങ്ങനെ മര്യാദക്കൊന്നും പറയുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ ടീച്ചറിനെ പ്രിൻസിപ്പാൾ വിളിക്കുമ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് എല്ലാ ടീച്ചർമാരോടും പറയും നല്ല രീതിക്ക് തന്നെ ചെയ്യണം, എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, കൂട്ടുകാരൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഒരു മിസ്റ്റേക്കും പാടില്ല എന്നൊക്കെ പ്രത്യേകം പറയുമ്പോൾ ടീച്ചർക്ക് ആകെ ഒരു ടെൻഷൻ ആകും കേട്ടോ. അപ്പോൾ ടീച്ചറാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ ഇനി ശരിയാവോ എന്തോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ക്ലൈമാക്സ് മാറ്റാമെന്ന് ഓർക്കും. ക്ലൈമാക്സിൽ ഹീറോയും ഹീറോയിനും തമ്മിൽ കിസ് ചെയ്യാന്നൊക്കെ ഓർക്കും. എന്നിട്ട്
കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ മേക്കപ്പ് റൂമിലൊക്കെ നിൽക്കും. മേക്കപ്പ് റൂമിലൊക്കെ നിന്നിട്ട് ടീച്ചർ പിന്നെ വിളിക്കൂട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ. ഇവരെല്ലാവരും പോകുമ്പോൾ തന്നെ ഇവളുടെ അടുത്ത് മിൻസോടുത്ത് കൂട്ടുകാർ വന്നിട്ട് പറയും, എടി നീ എന്ത് ചെയ്യും, ബൊസോക്ക് മറ്റേ പെണ്ണിനെ കിസ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് ആകെ പോകൂട്ടോ. അപ്പോൾ ഈ യൂറാണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ തന്നെ ഈ കൊച്ചു പറയും, എനിക്കിതൊന്നും കളിക്കണ്ട, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടാകുമ്പോൾ യൂറ പറയും, മോളെ അങ്ങനെയൊന്നും പറയില്ലേ, നമുക്കിത് കളിക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, വേണ്ട എനിക്ക് കളിക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു അച്ഛനിങ്ങനെ പറയും, ദോഹാൻ എവിടെ പോയി, ദോഹാനെ വിളിച്ചിട്ട് കിട്ടില്ല എന്നും പറഞ്ഞ് അവരൊക്കെ അങ്ങ് സ്കൂട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊച്ചു ഭയങ്കര വാശിയായിരിക്കും. വാശിയായിട്ട് അവളാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാകും, ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ അനൗൺസ്മെന്റ് ഉണ്ടാകും. അപ്പോൾ യൂറയും അവിടെ കിടക്കും. അപ്പോൾ കൊച്ചു ചോദിക്കും, അമ്മ എന്തിനാ അവിടെ കിടക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും നിന്റെ സിറ്റുവേഷൻ നോക്കിയതാണ്, നീ പറഞ്ഞതും കാര്യമുണ്ട്, നീ മരിച്ചു കിടക്കുമ്പോൾ അവനെങ്ങനെ വേറൊരു പെണ്ണിനെ കിസ് ചെയ്യാൻ പാടില്ലല്ലോ, എന്തായാലെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം അത്ര തന്നെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൊച്ചു പറയും, അതെങ്ങനെ, അപ്പം ആ ഒരു നാടകമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എന്ത് നാടകം, ഫീലിങ്സിനോട് വലുതാണോ നാടകം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഈ അങ്ങനൊന്നും പാടില്ല, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അകത്ത് എന്തുണ്ടെങ്കിലും അത് സ്റ്റേജിൽ എടുക്കാൻ പാടില്ല എന്നുണ്ട്, ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞ് മിൻസു ആണെങ്കിൽ നല്ല മിടുക്കിയായിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ ആ ഒരു പള്ളിയിൽ അച്ഛനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നൈപ്പറിലൊക്കെ ഇങ്ങനെ എയിം ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടാവട്ടോ. അങ്ങനെ എയിം ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ എന്താ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ആ ഒരു ചീഫ് വിളിച്ചിട്ട് പറയും, പ്ലാനിലൊരു മാറ്റമുണ്ട്, ആ പുള്ളിക്കാരനെ കൊല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് കൺഫേം ആക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് കൊന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ ആ ഒരു പള്ളിയിൽ അച്ഛനെ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ ആ ഒരു പ്ലേ തുടങ്ങും കേട്ടോ, നാടകം തുടങ്ങി. അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ആ പിള്ളേർ കളിക്കുന്നുണ്ടാകും. പിള്ളേർ കളിക്കുമ്പോൾ നമ്മുടെ യൂറോക്കും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പോലെ ആ ഒരു കൊച്ചിനെ കടത്തിക്കൊണ്ട് പോവാണ്, ആ ഒരു ഹീറോയിനെ ആ ഒരു വില്ലൻ കടത്തിക്കൊണ്ട് പോവാണ്, നമ്മുടെ മിൻസു ആണ് വില്ലൻ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ ഇവരെങ്ങനെ മേക്കപ്പ് റൂമിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ടീച്ചർ ഇങ്ങനെ പറയും, എന്തായാലും നിങ്ങൾ പകുതി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, പകുതി നല്ല രീതിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മിൻസു ചോദിക്കും, ബോസൊക്കെ നീ അവളെ കിസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബോസൊക്കെ പറയും, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്, സ്ക്രിപ്റ്റിലുള്ളതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ എനിക്കെന്നാലും അത് കാണണമല്ലോ, ഞാനും മാറ്റാൻ പോകണം എൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു പ്ലേ ആണ്, അവരെങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൊച്ചാണെങ്കിൽ ആ ഒരു എനിമീസിൻ്റെ അടുത്ത് ഇങ്ങനെ തല്ലുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മിൻസോ അടുത്ത് വന്നിട്ട് ആ ഒരു ഫൈറ്റ് ഉണ്ടാകും. ആ ഒരു ഫൈറ്റിൽ നമ്മുടെ മിൻസോനെ ഇങ്ങനെ തള്ളി ഇടുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ മിൻസോടെ മരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഇനി നമ്മുടെ മുമ്പിൽ ആരും ഇല്ലാന്നും പറഞ്ഞ് ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ മിൻസോ ആണെങ്കിൽ ആ പെണ്ണിനെ തട്ടി മറിച്ചിട്ട് മിൻസോ കിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ വല്ലാതെ അങ്ങ് അതിശയിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ നമ്മുടെ മിൻസോടെ അച്ഛൻ മേളിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ, ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടാകും. ഇത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് പോകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവൻ്റെ കൂട്ടുകാരനില്ലേ, ജർമ്മനിയിലത്തെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ അടുത്ത് പരിചയപ്പെടുമ്പോൾ ഇവനിക്ക് ഒരുപാട് സന്തോഷമാകും. ആ ഫാദറിനെ കൊന്ന കില്ലർ ഇയാളായിരിക്കും. അപ്പം ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 3 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.